ഹലോ, ഹൈലൈറ്റ്സ് ഒന്നും ഇടുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം. വെൽക്കം ബാക്ക്. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ നോക്കുമ്പോൾ റോഡിൽ രണ്ടുപേരും നിൽക്കുന്നുണ്ട്. എന്താ സംഭവം എന്നറിയില്ല, ചോദിച്ചു നോക്കാം. രണ്ട് അഭയാർത്ഥികൾ ഇരിക്കുന്നുണ്ട്. എന്താ കാര്യം ഇവിടെ ഇരിക്കുന്നത്? മൂന്നാറൊന്നും എത്തിയിട്ടില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഇടുക്കിയിലേക്കാണ്. കുറേ നാൾക്ക് ശേഷം ആദ്യമായിട്ട് നമ്മുടെ ബുള്ളറ്റിൽ പോകുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് അതെ നല്ല ഒച്ചപ്പാടായിരിക്കും. അപ്പോൾ ഇടുക്കി ഡേ 1. ഓക്കെ, അപ്പോൾ ഗൈസ് ഇനി 1-2 വീഡിയോ ഒന്നും ഇല്ല കേട്ടോ. എല്ലാം കൂടി ഇടുക്കി വ്ളോഗ് ഒരൊറ്റ വീഡിയോയ്ക്ക് നമ്മൾ തീർക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ വ്ളോഗിലോട്ട് അമ്മു നേരിമംഗലം പാലം നോക്കിയിരിക്കുകയായിരുന്നു ഗൈസ്. പക്ഷേ നേരിമംഗലം പാലത്തൂടെ അല്ല ഞങ്ങൾ പോയത്. എൻ്റെ പാരലൽ റോഡ് ഉണ്ട്, നമുക്ക് അവിടെ ഇടുക്കി കട്ടപ്പന എത്താൻ പറ്റും. സ്ട്രെയിറ്റ് റോഡ്. അതെ, നമ്മൾ പോകുന്നത് വെള്ളായംകുടി. ഇടുക്കി കട്ടപ്പന വെള്ളായംകുടിയിലാണ്. രാവിലെ തന്നെ ഞങ്ങൾക്ക് വിശന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. നല്ല അടിപൊളി ഹോട്ടലായിരുന്നു. അതെ, അടിപൊളി ഫുഡായിരുന്നു. ഫുഡുമായിരുന്നു. മുട്ടക്കറിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 3 മണിക്കൂറുള്ള ട്രാവൽ ഇങ്ങനെ നിർത്തി 5 മണിക്കൂർ കൊണ്ട് എത്തിയത് ഇടുക്കി ഡാമാണ്. നമ്മൾ മാധുരം കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ കാണോ ഇല്ലെന്ന് അറിയില്ലല്ലോ. ഇതാണ് നമ്മുടെ വിഷ്ണു, ഗൾഫുകാരൻ. അവൻ പോകുന്നതിന് മുമ്പ് നമ്മൾ വന്നതാണ്. അപ്പം നമ്മുടെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഏകദേശം ഉച്ചയായി വരുന്നു. പക്ഷെ ഒരു സ്പെഷ്യലും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഗൈസ് വലിയ വിപുല സമൃദ്ധമായ സദ്യയായിരുന്നു. അതെ അതെ, അമ്മ ഇരുത്തി തീറ്റിക്കായിരുന്നു ഗൈസ്. വയറ് പൊട്ടാറായി. അപ്പൊ ഫുഡ് കഴിച്ച് ഒട്ടും ടൈം കളയാതെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിട്ട് പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് റെഡി ആവുന്ന സീനാണ് ഈ കാണുന്നത്. അത് വേറെ കാര്യം കൂടി ഉണ്ട്. ഇവർക്ക് നാത്തൂൻസ് വ്ളോഗ്സ് എന്ന് പറഞ്ഞ ചാനലുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അവർ മാധൂസിനെ റെഡിയാക്കുന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ അമ്മയും മക്കളും കൂടി ഇതേ നേരെ അഞ്ചുരുളിലെത്തി. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഗൈസ് ഈ അഞ്ചുരുളി കാണാൻ വരുന്നത്. കാരണം ഇവര് ഒത്തിരി പ്രാവശ്യം വന്നിട്ടുണ്ട്, നമ്മൾ കാണാത്തോണ്ട് നമ്മൾ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ പ്രാവശ്യം വന്നത്. അപ്പൊ ഈ പ്രാവശ്യം വെള്ളം കയറി കിടക്കണോണ്ട് നമുക്ക് അവിടെ ഇറങ്ങാനൊന്നും പറ്റിയില്ല. കഴിഞ്ഞ പ്രാവശ്യം അവര് വന്നപ്പോ ടണലിലേക്ക് കയറി. അഞ്ചുരുളി ടണല്. അതിന്റെ ഉള്ളിലേക്ക് 200 മീറ്റർ ഒക്കെ വരെ നടന്നിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കും ടെൻഷൻ ആയിരിക്കും നമ്മളിങ്ങനെ ഇറങ്ങി നിൽക്കുന്നത്. അടുത്ത സീൻ പക്ഷെ അവിടേക്ക് മണൽത്തിട്ടിയാണ്, അവിടേക്ക് ഇറങ്ങി നിക്കാം. പക്ഷെ ഇപ്പൊ വെള്ളം ഇങ്ങനെ പിന്നെ പെട്ടെന്ന് വെള്ളം കയറുന്ന ടൈം പറയാൻ പറ്റില്ല എന്ന്. അപ്പൊ നമ്മൾ ഇറങ്ങി നിൽക്കുന്ന സീനാണ്. ഇപ്പൊ ഇറങ്ങാനൊക്കെ പറ്റും, പേടിക്കും. പക്ഷെ നമ്മൾ സേഫ് ആയിട്ടൊക്കെ തന്നെയാണ് അവിടെ നിന്നത്. നല്ല ഫോട്ടോസ് ഒക്കെ എടുത്തു ഞങ്ങള്. നല്ല വ്യൂ ആയിരുന്നു. വ്യൂ ഒക്കെ അടിപൊളിയാണ്. പക്ഷെ വന്നു പോണവർ ഇടുന്ന പ്ലാസ്റ്റിക് വേസ്റ്റുകൾ മൊത്തം അവിടെ വന്ന് അടിഞ്ഞിട്ടുണ്ട്. അത് തന്നെ ഫുൾ നല്ല വാട്ടർഫോൾസിന്റെ ഇടയില് അമാലിന്റെ. അപ്പോൾ വന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പ്ലാസ്റ്റിക് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകുക. അപ്പം നമുക്ക് അവിടെ തന്നെ കുറച്ച് ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഊഞ്ഞാൽ വ്യൂ, ആ ഒരു സൺസെറ്റിൽ ആ വ്യൂസ് സൂപ്പർ ആയിരുന്നു. അപ്പൊ കുറെ വീഡിയോസ് എടുത്ത് കൂട്ടി അതിന് കുറച്ച് മാത്രം ആഡ് ചെയ്തു. ഇനി നമ്മൾ നേരെ പോകുന്നത് എവിടെ? തൂക്കുപാലം, അയ്യപ്പൻ കോവിൽ തൂക്കുപാലം. കാണാൻ അത്ര സിമ്പിൾ അല്ല. ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, അതിങ്ങനെ നടക്കുമ്പോൾ ഇളകും. അപ്പൊ അതിന്റെ ഒരു പേടി ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ലായിരുന്നു. ഞങ്ങളെല്ലാരും അതിനകത്തിട്ട് കയറി. ഫസ്റ്റ് ടൈം അല്ലേ കയറുന്നത്? അതെ, ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഈ ഭാഗത്തൊക്കെ നിറച്ച് വെള്ളം വരുന്നു 2 വർഷം മുമ്പ് വരെ എന്നൊക്കെയാണ് പറയുന്നത്. അമ്മ വന്നപ്പോഴത്തേക്കും ഈ സ്ഥലമാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം തൂക്കുപാലത്തിന്റെ പറ്റ വെള്ളമായിരുന്നു എന്നാ പറയണത്. അപ്പൊ ഞങ്ങളിങ്ങനെ പതുക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നടന്നു. പൂർവ്വം കുലുക്കി പേടിപ്പിക്കുന്നുണ്ടായിരുന്നു. വേറൊരു കാര്യം ശ്രദ്ധിച്ചോ നീ? ഈ പാലം കയറി ഇറങ്ങിയപ്പോ തന്നെ ഇരുട്ടായി. ശരിയാണ് കേട്ടോ. നമ്മൾ ആ പാലത്തിന്റെ നടുക്കെത്തിയപ്പോഴത്തെ ഏകദേശം ഇരുട്ടായി. നമ്മൾ വന്നതും പോയതൊക്കെ നിങ്ങൾ കണ്ടതല്ലേ. ഇത് കണ്ടപ്പോഴാണ് കേസ് എന്റെ കിളി പോയത്. അത് നേരത്തെ 2005 എഴുതിയതാണ്. അറ്റ് എ ടൈം 30 പേരെ കയറാൻ പാടുള്ളൂ. പാലം സേഫ് അല്ലായിരുന്നു ഗൈസ്. പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലെത്തിയിട്ടത് പിറ്റേ ദിവസത്തെ കാണിക്കണം. വേറൊന്നും അല്ല, നമ്മൾ വന്നത് നല്ല ടയർഡായിട്ടാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ഇന്നലത്തെ നൈറ്റും ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ നേരെ കയറി കിടന്ന് ഫുഡൊക്കെ കഴിച്ചൊക്കെ സ്കിപ്പ് ആയിപ്പോയി ഗൈസ്. അപ്പോൾ ഉച്ചക്കത്തെയാണ് അടിപൊളിയായിരുന്നു. ബീഫും പിന്നെ ചോറും ഇതൊക്കെ സ്പെഷ്യലാണ് കേട്ടോ. അല്ല അടിപൊളി സാധനമാണ്, കിട്ടുവാണ്. ഇനി എന്താ പറയണ്ടെന്ന് അറിയില്ല. നമ്മൾ ടെറസിൽ വന്നാണ് കേട്ടോ കഴിക്കണം. കാരണം ഒരു വെറൈറ്റി. അവിടെ നട്ടുച്ചയ്ക്ക് നമുക്ക് ടെറസിലിരിക്കാം. ഇടുക്കി അങ്ങനെയാണല്ലോ. ഒരു 1:30 ടൈമിലാണ്. നമ്മുടെ ഇവിടുത്തെ ടെറസിലൊന്നും ഇരിക്കാൻ പറ്റില്ല. പക്ഷെ അവിടെ അടിപൊളിയാണ്, നല്ല കാറ്റൊക്കെ ഉണ്ട്, വെയിലിന് വെയിലും ഉണ്ട്. അങ്ങനെ അപ്പൊ അത് ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമ്മൾ റെഡി ആയിട്ട് നമ്മളിപ്പോ എങ്ങോട്ടാ പോവാ? കമ്പം തേനിയിലോട്ടാ പോകുന്നത്. പെട്ടെന്നൊന്ന് തമിഴ്നാട്ടിൽ പോവാന്ന് വിചാരിച്ചു കേസ്. അപ്പം അതെ, അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് തന്നെ കമ്പം തേനി അവിടെ കാണുന്ന ഒരു വ്യൂ പോയിന്റിന്റെ അവിടെ നിന്ന് നിർത്തിയതാണ്. തമിഴ്നാട് കമ്പം തേനി ഇതാ കാണുന്നതാണ്. അവിടെ ബൈപ്പാസ് വഴി നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ നിന്നപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഗസ്റ്റുകൾ വന്നു നമ്മുടെ കാറിലേക്ക് കയറാനായിട്ട്. കാരണം നമ്മുടെ കയ്യിൽ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പൊ അവര് നേരെ അത് കഴിക്കും. പിന്നെ ഇട്ട് കൊടുത്തിട്ട് പോരേണ്ടി വന്നു. വേറെ ഒന്നുമല്ല, അല്ലെങ്കിൽ തട്ടിപ്പറിച്ചിട്ട് പോകുമായിരുന്നു. അതുകൊണ്ട് വേറെ വഴിയില്ലാതെ ഇട്ട് കൊടുത്തിട്ട് പോകുന്നു. പക്ഷെ അങ്ങനെ ആരും ചെയ്യും. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കൂടി എടുത്ത് പിന്നെ നേരെ വിട്ടു. മെയിൻ ആയിട്ട് നമ്മൾ ഇവിടെ എന്തിനാ പോകുന്നത്? മുന്തിരിപ്പാടം. അതെ, ഞങ്ങൾ ഇതുവരെ മുന്തിരിത്തോട്ടം കണ്ടിട്ടില്ല ഗൈസ്.
ഗൈസ്. അതുകൊണ്ട് ഇവര് പോയിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. ഈ സീബ്ര ക്രോസിംഗിന്റെ ഇടയ്ക്കാണ് ഈ സിക്സാക്ക് വരയില്ല. അതെന്താന്ന് നിങ്ങൾക്ക് അറിയോ? അറിയുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കമ്പം തേനി തോട്ടത്തിലെത്തി ഗൈസ്. യെസ്, ഇവിടെ ഇനിയിപ്പോ എന്താ ചെന്ന് ഞങ്ങൾ ആൾറെഡി ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്താ വിചാരിച്ചെന്നറിയോ? ഞാൻ വിചാരിച്ചെന്നറിയോ, അവിടെ ചെന്നിട്ട് നമ്മൾ സിനിമയിലെ കാണുന്ന പോലെയൊക്കെ മുന്തിരി തളിർക്കുന്നത് പോലെ എന്ന് വിചാരിച്ചല്ലേ? അല്ല, ഷോർട്സ് ഒക്കെ എടുക്കാന്ന് വിചാരിച്ചത്. പക്ഷെ അവിടെ ചെന്നപ്പോ ജനസമുദ്രമായിരുന്നു. അവിടെ നിന്ന് പറിച്ച് കഴിക്കരുതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്. പക്ഷെ ഞാൻ നന്നായിട്ട് കഴിച്ചായിരുന്നു, ഞാൻ അമ്മയും കഴിച്ചായിരുന്നു. നല്ല വിഷം അടിച്ചു വെച്ചിട്ടുണ്ട്, അതറിയാവോ? അതാണ് എന്റെ ഫ്രണ്ടിലൊരു വൈറ്റ് കളറല്ലേ, അത് ഞങ്ങൾ പിന്നെയാണ് അറിഞ്ഞത്. ഞാൻ അത് കഴിഞ്ഞിട്ട് ഇഞ്ചിനോട് തന്നായിരുന്നല്ലോ. അത് ശരി, അതുകൊണ്ടാണ് അതും എന്നെ കൊണ്ട് തീറ്റിച്ചല്ലേ. എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ ഒരുമിച്ച് പറ്റട്ടെ. കൊള്ളാട്ടാ. അപ്പൊ നമ്മളിനി അടുത്ത 99 ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് എന്താണ് അമ്മ മേടിച്ചത്? അറിയണം. 99 എന്താ മേടിച്ചത് അമ്മ? എന്താ മേടിച്ചേ? ഒന്ന് കാണിക്കോ? 2 ഷഡ്ഡി മേടിച്ചതാ. വെറുതെ പറഞ്ഞല്ല ഗൈസ്, നല്ല ഓഫറായിരുന്നു. ഞാൻ നന്നായിട്ട് വാങ്ങിയായിരുന്നു. കാരണം നമുക്ക് 99 46 കിട്ടിയായിരുന്നു. അതും ബ്രാൻഡഡ് ഐറ്റംസ്. ഇതിൻ്റെയൊക്കെ ആയിരുന്നു കുറേ ബ്രാൻഡഡ് ഐറ്റംസ് ഒക്കെ കിട്ടിയായിരുന്നു. പിന്നെ നമ്മൾ വഴിയിൽ ചായ കുടിക്കാൻ നിർത്തി. അതെ, ചായ കുടിക്കാൻ നല്ലൊരു ആംബിയൻസ് ആണ്. ശരിക്കും തമിഴ്നാട്ടിൽ ഒരു കുഞ്ഞു ഗ്രാമമായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ്റെ പുറകിൽ വലിയ മലയൊക്കെ ആയിട്ട് ഒരു കുഞ്ഞു ഗ്രാമമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഇടയ്ക്ക് വെച്ചിട്ട് വഴി കാണിച്ചു തന്നതാണ് ചീനു. വന്ന വഴിയല്ല നമ്മൾ തിരിച്ചു പോകുന്നത്, കട്ടപ്പനക്ക് നമ്മൾ വേറെ വഴിയാണ് പോയത്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. നമ്മൾ രാത്രി ചീട്ട് കളിക്കാനായിരുന്നു. ചീട്ട് കളിച്ച് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ബിരിയാണി, സ്പെഷ്യൽ കപ്പ ബിരിയാണി, പിന്നെ എന്തായാലും നമ്മുടെ ഉപ്പുമാവ്, രാവിലത്തെ ഉപ്പുമാവായിരുന്നു. പിന്നെ നമ്മള് ചെറുതായിട്ട് DJ സെറ്റപ്പിലൊക്കെ നമ്മള്, പക്ഷെ എല്ലാ ഫാമിലി മൊത്തം നമ്മള് എൻജോയ് ചെയ്യാന്ന് പറഞ്ഞ വേറെ ലെവലായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത് കലർപ്പില്ലാത്ത സ്നേഹം എന്നൊക്കെ പറയുന്നത് നമ്മള് ഇത് കണ്ടുപിടിക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് അവർക്ക് യാതൊരു യൂസും ഇല്ല. നമ്മൾ വിളിച്ചു വരുത്തായിരുന്നു. പപ്പയ്ക്ക് മാധുവിനെ കാണണം കുറെ നാളായി എന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തായിരുന്നു. സത്യം പറഞ്ഞാൽ നമുക്കാണ് യൂസ്. കാരണം ഞങ്ങൾ വരുമ്പോൾ ഇതുപോലെ വീഡിയോ എടുക്കും, ഇതുപോലെ തിരിച്ചു വന്ന ദിവസം അമ്മ അവിടുത്തെ എല്ലാം കെട്ടിപ്പറക്കാനായിട്ടുള്ള ചക്ക, മറ്റേ പപ്പായ, എല്ലാം ചെടികൾ, ഇതൊക്കെയായിട്ട് നമ്മൾ തിരിച്ചു വന്നെ. പക്ഷെ അവർക്ക് നമ്മളെ കൊണ്ട് യാതൊരു കാര്യം ഇല്ലാതെ ആണെങ്കിൽ പോലും ആ സ്നേഹം അതായിരുന്നു നമ്മള്. സത്യം പറഞ്ഞാൽ ഞങ്ങള് ഡിസംബർ മുതൽ ചെല്ലണം എന്ന് വിചാരിച്ചാണ്. പക്ഷെ ക്യാഷിന്റെ കുറച്ച് സീനൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പോവാതെ മാറ്റി നിൽക്കായിരുന്നു. അപ്പൊ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ വന്നാൽ മതി, ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്നപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ഞങ്ങളുടെ ബൈക്കിന് ഇറങ്ങി. കേസ് തിരിച്ചു വരാൻ ഞങ്ങൾക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കും അത്ര ഞങ്ങൾ വിടാനും വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ എന്താ ചെയ്യാ, നമുക്ക് അങ്ങനെ പോതല്ലേ പറ്റും. ഞങ്ങളെക്കാൾ കൂടുതൽ വിഷമം മാധുവിനായിരുന്നു. കാരണം എന്റെ വീട്ടിൽ നിന്നാൽ പോലും ഇത്ര സങ്കടം മാധു കാണിച്ചു കണ്ടിട്ടില്ല. പക്ഷെ അവള് കരച്ചിലായിരുന്നു. ഇവിടെ നല്ല ഫുൾ ഫ്രീഡം ഉള്ള, അവളുടെ ഇഷ്ടത്തിന് നടക്കാമല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ പാക്കിങ്ങിലേക്ക് കിടക്കാണ് ഗൈസ്. ഈ ഫോട്ടോ ഇത് നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെ എറണാകുളത്ത് വന്നപ്പോൾ എടുത്ത ഫോട്ടോയാണ്. ഇത് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ശരിക്കും സർപ്രൈസ് ആയി പോയി കണ്ടപ്പോൾ. ലാമിനേറ്റ് ചെയ്ത് വെച്ചിരിക്കണം കേസ്. അപ്പോൾ കണ്ടപ്പോൾ ഞങ്ങൾ ശരിക്കും വേണ്ടായിരുന്നു. അപ്പം ഇനി ഏകദേശം 2 മണി നമ്മൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടുത്തെ വെയിൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. പിന്നെ വണ്ടിയിൽ കെട്ടി വെക്കുന്ന ചീനു വിഷ്ണു അടിപൊളിയായിട്ട് ചെയ്ത് എനിക്ക് ആ ഭാഗത്തേക്ക് നോക്കേണ്ട വന്നില്ല, പെർഫെക്റ്റ് ആയിട്ട് കെട്ടി. അങ്ങനെ നമ്മൾ അവിടുന്ന് യാത്രയൊക്കെ പറഞ്ഞിറങ്ങി. കുറച്ച് സീൻസ് ഒക്കെ മിസ്സായിട്ടോ. കാരണം ഒന്നുമല്ല, മാധുവിന്റെ നല്ല കരച്ചിലായിരുന്നു. കരച്ചില് മാറ്റി പിന്നെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ എറണാകുളത്തേക്ക്. ഇനി ഈ വീഡിയോ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് വിഷ്ണുവിനെ ആയിരിക്കും. വിഷ്ണു ഗൾഫിലെത്തി. അപ്പോൾ വീഡിയോ കാണുന്നത് അവൻ അവിടെ വെച്ചിട്ടായിരിക്കും. അതെ, അപ്പൊ അടുത്ത വീഡിയോ കാണാം.